അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സംഗമിച്ചതുപോലെ നാളെ സ്വർഗീയ ഭവനത്തിലും സംഗമിക്കാൻ അല്ലാഹു നമുക്കും കുടുംബത്തിനും നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സുദീർഘമായ ഒരു ഭാഷണത്തിന് മുതിരുകയല്ല. സമസ്തയുടെ 11,000-ലധികം വരുന്ന മദ്രസകളിൽ ഇന്ന് ഇതേ സമയത്ത് പ്രാർത്ഥനാ ദിനമായി ആചരിച്ച് പ്രാർത്ഥനാ സദസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മക്കൾക്ക് പഠിക്കാനുള്ള വിലപ്പെട്ട സമയം മാറ്റിവെച്ച് ഇങ്ങനെ ഒരു സദസ്സ് സംഘടിപ്പിക്കുന്നതിന് പിന്നിൽ വലിയ ഒരു ലക്ഷ്യമുണ്ട്. ഒരു പഠനം മാത്രമല്ല നമ്മുടെ മദ്രസ എന്ന് പറയുന്നത്, ഇത് നമ്മുടെ പഠനത്തിന്റെ ഒരു ഭാഗമാണ്. നമുക്കൊക്കെ അറിയാം, നമ്മുടെ ഈ മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ പോഷക ഘടന ഇതിനൊക്കെ വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച, അതിന്റെ കീഴിൽ ഇത്രയോളം മദ്രസകൾ സംവിധാനിക്കുന്നതിന് വേണ്ടി ഇതിന്റെ തുടക്കം മുതൽ അസ്ഥിവാരം ഇട്ടത് മുതൽ ഇതിനു വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് മഹത്തുക്കളായ ആളുകൾ, ഇന്നൊന്നും നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത സൗകര്യങ്ങളില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഇന്ന് എല്ലാ നിലക്കുള്ള സംവിധാനം അല്ലാഹു നമുക്ക് കണ്ട് നമ്മളൊക്കെ അനുഗ്രഹത്തിന്റെ അത്യുന്നത നിലയിലാണ്. ഇപ്പൊ നമ്മുടെ മക്കൾക്കൊന്നും ഒരുപക്ഷെ അതൊന്നും പറഞ്ഞാല് അത് ഉൾക്കൊള്ളാൻ പോലും കഴിയാത്ത ഒരവസ്ഥയായിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ടാവോ എന്ന് തോന്നിപ്പോകുന്ന ഒരവസ്ഥ, സാമ്പത്തികപരമായിട്ടും പിന്നെ അതുപോലെ തന്നെ ഭക്ഷണമായിട്ടും എല്ലാ നിലയിലും വളരെയധികം പിന്നോക്കം നിൽക്കുന്ന ഒരു സമയത്ത് നമ്മുടെ നാടുകളിൽ ഇസ്ലാമികപരമായ ചൈതന്യം നിലനിർത്തുന്നതിന് വേണ്ടി ഇതുപോലെയുള്ള മതസ്ഥാപനങ്ങൾ നമ്മുടെ മക്കൾക്ക് ധാർമ്മികപരമായ അറിവ് പഠിപ്പിക്കുന്നതിന് വേണ്ടി മദ്രസകളും പള്ളികളും ആരാധനാലയങ്ങളും നിർമ്മിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഇത്തരം ഒരു സംവിധാനം ഇവിടെ രൂപപ്പെടുത്തുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഒരുപാട് മഹത്തുക്കളായ ആളുകൾ വയനാട് പോലെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ഇവിടുന്ന് നടന്ന് പോയിട്ട് ദീനീ പ്രബോധനത്തിന് വേണ്ടി അവിടെയൊക്കെ ദിവസങ്ങളോളം വഅദ് പറഞ്ഞ് അവിടെയൊക്കെ ആളുകളിൽ നിന്ന് കിട്ടുന്ന നാണയത്തുട്ടുകൾ കൊണ്ട് അവിടെ പള്ളികളും മദ്രസകളും സ്ഥാപിച്ച് ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഒരുപാട് മഹത്തുക്കളായ ആളുകളുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ വേണ്ടി, അതോടൊപ്പം തന്നെ ഇന്ന് വരെ നമ്മുടെ ഓരോ നാടുകളിലും നമുക്കൊക്കെ ഇത്തരം സംവിധാനങ്ങൾക്ക് വേണ്ടിയിട്ട് നേതൃത്വം നൽകിയ ഒരുപാട് ആളുകളുണ്ട്. സാമ്പത്തികപരമായിട്ടും ശാരീരികപരമായിട്ടും നമുക്കൊക്കെ അറിയാം, അതിന്റെ സമ്പാദ്യത്തിന്റെ മുഴുവനും ചെലവഴിച്ച ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. പരിശുദ്ധമായ ദീനിന് വേണ്ടി, ദീനുൽ ഇസ്ലാമിന് വേണ്ടിയിട്ട് ചെലവഴിച്ച ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ടാണ് അവരൊക്കെ അങ്ങനെ അകമഴിഞ്ഞ് പിന്തുണയും സഹായവും സഹകരണവും നൽകിയത് കൊണ്ടാണ് ചില ആളുകൾ സാമ്പത്തികപരമായി കഴിയുന്ന ആളുകൾ അങ്ങനെ, ശാരീരികപരമായിട്ട് കഴിയുന്ന ആളുകൾ അങ്ങനെ, മാനസികമായിട്ട് അതിന് പിന്തുണ കൊടുക്കാൻ കഴിയുന്ന ആളുകൾ അങ്ങനെ, ആ രീതിയിലൊക്കെ പിന്തുണ കൊടുത്തത് കൊണ്ടാണ് ഇത്തരം സംവിധാനങ്ങൾ ഇന്ന് നമ്മുടെ നാടുകളിലൊക്കെ നിലനിന്നത്. അപ്പോ അവരൊക്കെ പലരും ഇന്ന് ആർണി മണ്ണിലാണ് അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യുന്നതിന് വേണ്ടി ഒരു ദിവസം ഒരു മനുഷ്യന് അല്ലാഹു നിശ്ചയിച്ച ഖദർ വരെ മാറ്റാൻ കഴിവുള്ള ഒരു ആയുധം എന്ന് പറയുന്നത് അത് പ്രാർത്ഥന മാത്രമാണ്. അതുകൊണ്ട് അല്ലാഹുവിലേക്ക് ഇന്നത്തെ ദിവസം അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ദിവസം മാറ്റിവെച്ചിരിക്കുക. സ്വാഭാവികമായിട്ട് പല രക്ഷിതാക്കളും ഒക്കെ കരുതുന്ന ആളുകളുണ്ട്, ഇന്ന് മദ്രസയിൽ പഠിപ്പിച്ച പ്രാർത്ഥനാ ദിവസമാണ്. ഞാൻ എന്റെ രക്ഷിതാക്കളോട് പലപ്പോഴും പറയാറുണ്ട്, ഗ്രൂപ്പിൽ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നാളെ മാൻഡിയം ഡേ ആണ്, അല്ലെങ്കിൽ നാളെ പ്രാർത്ഥനാ ദിനമാണ് എന്നൊരു പോസ്റ്റർ നമ്മുടെ ഗ്രൂപ്പിലിട്ട് കഴിഞ്ഞാൽ അപ്പൊ രക്ഷിതാക്കൾ തീരുമാനിക്കണം നാളെ മദ്രസയിൽ പഠിപ്പിച്ച, നാളെ നമുക്ക് നമ്മുടെ വീട്ടിൽ വിരുന്നു പോകുന്നുള്ള പ്ലാൻ ചെയ്യലും മറ്റു കാര്യങ്ങളൊക്കെ തുടങ്ങും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം ഇതിന്റെ ഒരു ഭാഗമാണ്. ഒരു ബിരിയാണി എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ കഴിക്കുന്ന സംഭവം, അതിൽ നമ്മൾ പട്ട ഏലക്ക ഗ്രാമ്പൊക്കെ ഇടാറുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ തിന്നാറില്ല, തിന്നുന്ന സമയത്ത് മാറ്റിവെക്കുക ചെയ്യാറ്. പക്ഷെ എങ്കിലും ഒരു ബിരിയാണി ആവണമെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ ഇതിൽ ആഡ് ചെയ്യണം. ഇതുപോലെ ഈ കാര്യങ്ങളൊക്കെ സമ്മേളിക്കുമ്പോഴാണ് നമ്മളെ ഇൽമ നാഫിയാകുന്നത്. നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ പറയാറുണ്ട് ഗുരുത്വം പൊരുത്തം ഒക്കെ, ഇതൊക്കെ മഹാന്മാരുടെ ഗുരുത്വം പൊരുത്തം നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെയൊക്കെ ഇത്തരം സദസ്സുകളിലൊക്കെ
പങ്കെടുത്ത് ആത്മീയമായിട്ട് നമ്മൾ ആ ഊർജം നമ്മൾ നേടിയെടുക്കുമ്പോഴാണ് നമ്മൾ പഠിക്കുന്ന ഇൽമും നമ്മുടെ അറിവും നാഫിയാകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ മഹത്തുക്കളായ ഒരുപാട് ആളുകൾ, നമ്മുടെ നാട്ടിലെ ഉമറാക്കള്, ഉലമാക്കള്, നമ്മുടെ ചെറുപ്പക്കൽ കുഞ്ഞാപ്പു ഹാജിയെ പോലുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ഉമറാക്കളെ സയ്യിദുൽ ഉമറാണ്. അങ്ങനെ ഒരുപാട് ആളുകൾ ഓരോ നാട്ടിലും ഓരോ സയ്യിദുൽ ഉമറാക്കൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ നേതൃത്വം നൽകിയ ഒരുപാട് ആളുകൾ. അവർക്കൊക്കെ വേണ്ടി നമുക്ക് പ്രത്യേകം ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുആ ഖബൂൽ ചെയ്യുമാറാവട്ടെ. അതോടൊപ്പം തന്നെ ഇന്ന് സമസ്തയുടെ ഒരു തഹിയ എന്ന് പറയുന്ന ഒരു ആപ്പ് ലോഞ്ചിങ് ഇന്നലെ നടന്ന വിവരം നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാകും. നമുക്കൊക്കെ അറിയാം, നമ്മുടെ സമസ്ത കേരള ജമഈയത്തുൽ ഉലമ എന്ന് പറയുന്ന മഹത്തായ സംവിധാനം ഇവിടെ പിറവിയെടുത്തിട്ട് 100 വർഷം പൂർത്തിയാവുകയാണ്. 1926 അത് രൂപീകരിക്കാനുണ്ടായ ഉത്ഭവവും അതിന്റെ തുടക്കവും ഒക്കെ നമ്മളൊക്കെ മദ്രസയിൽ പഠിക്കുന്ന ആളുകളാണ്. എപ്പോഴാണ് ഇത്തരം ഒരു സംവിധാനത്തിലൂടെ തുടക്കം കുറിച്ചത്? നമ്മുടെ ദീനിന്, നമ്മുടെ പരിശുദ്ധമായ വിശ്വാസത്തിന് ക്ഷതമേൽപ്പിക്കുന്ന പല കാര്യങ്ങളും പ്രസ്ഥാനക്കാരായ ആളുകളൊക്കെ പിറവിയെടുത്തപ്പോ നമ്മുടെ ഈമാൻ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പരിശുദ്ധമായ സമസ്ത കേരള ജമഈയത്തുൽ ഉലമ എന്ന് പറയുന്ന മഹിതമായ സംഘടന ഇവിടെ രൂപം നൽകിയിട്ട് 100 വർഷം 2026 ഫെബ്രുവരി മാസത്തിൽ ഇതിന്റെ 100ാം വാർഷിക മഹാസമ്മേളനം കാസർഗോഡ് കുനിയിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് സാമൂഹികപരമായ ഒരുപാട് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ അതിന്റെ കീഴിൽ നടക്കുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള ഒരു സാമ്പത്തിക സ്രോതസ് എന്നുള്ള രീതിയിൽ ഒരു തഹിയ എന്ന് പറയുന്ന ഒരു ആപ്പ് ലോഞ്ചിങ് ഇവിടെ ഇന്നലെ സമസ്ത കേരള ജമഈയത്തുൽ ഉലമയുടെ അധ്യക്ഷൻ മഹാനായ സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ 1 ലക്ഷം രൂപയും ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉമ്മ സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളിലേക്ക് 1 ലക്ഷം രൂപയും അതുപോലെ തന്നെ മറ്റൊരു ഹാജിയാർ 1 ലക്ഷം രൂപയും ഒക്കെ നൽകി ഇന്നലെ അതിന്റെ ലോഞ്ചിങ് ഉദ്ഘാടനം നടന്നു. ഇൻഷാ അല്ലാഹ് ഓരോ മദ്രസകളിലും ഇന്നത്തെ പ്രാർത്ഥനാ ദിവസത്തിൽ അതിലേക്ക് 10,000 രൂപ ഇൻഷാ അല്ലാഹ് നൽകണമെന്നാണ് നമ്മുടെ നേതൃത്വം നമ്മോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. അൽഹംദുലില്ലാഹ് നമ്മൾ നൽകുന്ന ഓരോ നാണയത്തുട്ടുകളും അതിന് കീഴിൽ ആ ഒരു സാമ്പത്തികം കൊണ്ട് സമസ്ത കേരള ജമഈയത്തുൽ ഉലമയുടെ കീഴിൽ നിർമ്മിക്കുന്ന ഒരുപാട് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ ബഹുമാനപ്പെട്ട സമസ്ത നിർദ്ദേശത്തിനനുസരിച്ച് ഇന്നലെ ഞാനൊക്കെ ഗ്രൂപ്പിൽ നമ്മുടെ മസ്ജിദിന്റെ ഗ്രൂപ്പിൽ മറ്റൊക്കെ കിട്ടിയിരുന്നു. പല തമിഴ്നാട് പോലെയുള്ള പല ഇടങ്ങളിലും ഇത്തരം മദ്രസ സംവിധാനങ്ങളൊന്നും ഇല്ലാത്തതിന്റെ പേരിൽ പല കോളേജുകളും അതുപോലെ തന്നെ മദ്രസകളൊക്കെ പലയിടങ്ങളിൽ അവിടെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. നമ്മളവിടുത്തെ പോലെയല്ല, തുടങ്ങും വേണം, അതിലേക്ക് കുട്ടികളെ ഉണ്ടാക്കും വേണം, അതിലേക്ക് ആളുകളെ ക്ഷണിക്കും വേണം. ഇങ്ങനെ ഒരുപാട് ദൗത്യം സമസ്തയുടെ കീഴിൽ 100ാം വാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്നുണ്ട്. അതിന്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലേക്ക് ഇൻഷാ അല്ലാഹ് ഒരു ആപ്പ് നമുക്ക് നൽകിയിട്ടുണ്ട്. അതിന്റെ ലോഞ്ചിങ് ഇന്നലെ നടന്നു. ഇൻഷാ അല്ലാഹ് അതിന്റെ ഉദ്ഘാടനം ഇവിടെ നടക്കണം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് അവിടെ നടക്കാനുണ്ട്. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്തുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി നമുക്ക് പിരിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂടുതലും പിരിയലും ഒക്കെ നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ മഹത്തായ പരിപാടിയുടെ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് നമ്മുടെ നൂറുൽ ഹുദ കമ്മിറ്റിയുടെ കരുത്തനായ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട തൈക്കാട് കുഞ്ഞിപ്പ ഹാജി അവറുകളാണ്. ഹാജിയെ ഞാൻ ഈ മഹത്തായ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടുകൂടെ തന്നെ നമുക്ക് ഈ മഹത്തായ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ നൂറുൽ ഹുദയുടെ ജനറൽ സെക്രട്ടറി കൂടിയായ നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദ് ഹംസം മുസ്ലിയാർ അവറുകളാണ്. ഉസ്താദിനും ഈ മഹത്തായ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ മഹത്തായ പരിപാടിയിൽ ആശംസ അർപ്പിക്കുന്ന നമ്മുടെ നൂറുൽ ഹുദയുടെ ട്രഷറർ കൂടിയായ പള്ളിപ്പുറം അബൂബക്കർ സാഹിബ്, അതുപോലെ തന്നെ മറ്റെല്ലാവരും ഒരുമിച്ച് കൂടി എല്ലാവരെയും ഈ മഹത്തായ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്.